ഹായ്, ആലൂട്ടൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മളിട്ട കഴിഞ്ഞ വീഡിയോ എനിക്ക് വളരെ സന്തോഷമായത് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. കുറെ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കുറെ അഡ്മിഷൻ കുറെ ബുക്കിങ്ങും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ പല ടൈമിലായിട്ട് ഓരോരുത്തർ വന്നതനുസരിച്ച്. അപ്പൊ അത് എന്തായാലും നന്നായി. ഞാൻ ഇത്ര ഇട്ട വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പോയത് ഒരു മാനർച്ചി മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് 20K കഴിഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ഇന്നലെ ഇട്ട വീഡിയോയിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടായത്. എന്താ കുറെ ആൾക്കാര് 2 നമ്പറായിട്ട് 2 ഫോണിലും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ചറവറ വിളിക്കണുണ്ട്, എല്ലാവർക്കും ആൻസർ കൊടുത്ത് അങ്ങനെ കൊറേ ഒരു അല്ലേ നമുക്കൊരു സന്തോഷമുണ്ട്. മീൻസ് എന്താ പറയാ, നമ്മള് പൈസ മേടിച്ചിട്ടാണ് നിർത്തുന്നത്, എന്നാലും നമ്മളെന്തോ ഒരു ഹെൽപ്പ് ചെയ്ത ഒരു ഫീല്. അപ്പൊ തന്നെ അതിന്റെ സന്തോഷത്തിൽ ഇന്ന് രാവിലെ ഒരു മുറിയിൽ ഒരു ബെഡ് ഇത്തിരി കുഷ്യൻ കുറവായിരുന്നു. അപ്പൊ ഇന്ന് പോയി ഒരു ട്രെയിലറൊക്കെ പോയത് എടുത്തോണ്ട് വരാൻ. അതിനൊരു ട്രെയിലർ എടുക്കണതും നമ്മളെ കാറിന്റെ പുറകിൽ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണതെന്നും. പിന്നെ ഞാൻ ന്യൂസിലൻഡിൽ വന്നിട്ട് ഇപ്പൊ 10 വർഷമാകാൻ പോണ്. ഞാൻ ഇന്നേ വരെ ഇവിടെ ഓടിച്ചിട്ടില്ല. ഞാൻ 2 വർഷം സൗദിയിൽ എയർപോർട്ടിൽ വർക്ക് ചെയ്തതാണ്. അപ്പൊ അവിടെ ഈ പാലറ്റും ഇതൊക്കെ കയറ്റാനുള്ള ഡോളി അത് ഓടിച്ചിട്ടുണ്ട്. 2ഉം 3ഉം ഡോളിയൊക്കെ വെച്ചുള്ളത്, ഫ്രണ്ടും റിവേഴ്സൊക്കെ എടുത്ത് അങ്ങനെ എനിക്കറിയാം. എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാല് ഞാൻ ഓക്കെയാണ്. പറ്റുമെങ്കിൽ ഇന്ന് ഇയാളെ ഒന്ന് പഠിപ്പിക്കണമെന്ന്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞപ്പോ ഇച്ചിരി തള്ളിപ്പോയാണെന്നാണ് വിചാരിച്ചത്. അതിപ്പോ മാറി, ഇന്നിപ്പോ കാണിച്ചു തരുമല്ലോ അത്. അപ്പൊ ഇന്ന് അതാണ് വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ട്രെയിലറിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഇതിനു മുമ്പ് ഇത് ഫിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അറിയാനും പാടില്ല. നമുക്ക് അവിടെ പമ്പിൽ നിന്നാണ് നമ്മൾ എടുക്കണത്. പമ്പിൽ ആരെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്ത് തരുമെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാം. എന്നിട്ട് ഞാൻ പഠിച്ചിട്ട് ഞാനത് ഫിറ്റ് ചെയ്യണത് കാണിച്ചു തരാം. അല്ലേ, അതല്ലേ നല്ലത്. ഇത് ഇവിടെ കിടപ്പുണ്ട് സാധനം കണ്ട. അപ്പൊ നമ്മള് ട്രെയിലറൊക്കെ കെട്ടി അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളിനോട് ചോദിച്ചു വീഡിയോ ഒക്കെ. അപ്പൊ പുള്ളിക്ക് വീഡിയോയിൽ വരാനായിട്ട് ടെൻഷനാ, പേടിയായിരുന്നോണ്ടൊക്കെ. അപ്പൊ അത് കാരണം അത് എടുത്തില്ല. അത് ഫിറ്റ് ചെയ്യണതൊക്കെ ഞാൻ നമ്മുടെ ആ മോട്ടലിൽ ചെന്നിട്ട് ഞാനത് അഴിച്ചിട്ട് രണ്ടാമത്തെ ഫിറ്റ് ചെയ്യണത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ റിവേഴ്സ് എടുക്കണത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം. പിന്നെ ഇപ്പൊ നമ്മൾ ട്രെയിലർ എടുത്ത് നമ്മള് ബെഡ് എടുക്കാൻ വന്നതാണ് മോട്ടലിലോട്ട്. അപ്പൊ കുറച്ച് മെച്ചത്തിന് കിട്ടി. അപ്പൊ നമ്മൾ അതിന്റെ വാതിക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാർക്ക് ചെയ്ത് ബെഡ് കയറ്റി വീട്ടിൽ കൊണ്ടുപോയി ഇടട്ടെ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കത് ചേഞ്ച് ചെയ്യണ്ടേ. ഇതിന്റെ റെന്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ 3 മണിക്കൂറത്തേക്ക് എടുത്തതിന് $51. $51. അപ്പൊ $30 4 മണിക്കൂറത്തേക്ക് കിട്ടണുണ്ട്. അത് ഇവിടുന്ന് കുറച്ച് അകലെ കൂടുതലുണ്ട്. അപ്പൊ കാരണം നമ്മൾ ഇവിടുത്തെ തൊട്ടടുത്ത കാൾടെക്സ് എന്ന് പറഞ്ഞ പെട്രോൾ പമ്പിൽ നിന്ന് വേഗം എടുത്തിട്ട് പോയതാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇത് സെറ്റ് ചെയ്യണത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ടോബാർ വേണം. ഇതില്ലേ, അതുണ്ടെങ്കിലേ പറ്റുള്ളൂ. നമുക്ക് ചാക്കുവള്ളിയിലൊന്നും കെട്ടിയിട്ടുണ്ട് നടക്കാൻ പറ്റിയല്ലേ ഇത്. അപ്പൊ ഇത് വേണം. ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ ആൾക്കാര് ഇപ്പൊ ട്രോളിയൊക്കെ കൊണ്ടുപോകണം കണ്ടില്ലേ, ബൈക്കിന്റെ പുറകെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ പോകും. ട്രോളി എന്ന് പറഞ്ഞാൽ അർബാനിയ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് അത്. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇലക്ട്രിക്കല് കണക്ഷൻ തന്നെ. അപ്പൊ ഇതിന് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോ ഇതിൽ തെളിയും. അത് അപ്പൊ അത് ഊരി വെച്ച് പിന്നെ ഇത്
ഇതെല്ലാം ഞാൻ ഊരിയിട്ട് രണ്ടാമത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനും ഇന്നാണ് ഇത് പഠിക്കണത്. ഞാൻ ഓടിക്കണതും ഇന്ന് തന്നെയാണ്. ഇതും വെച്ചുണ്ട്. ഇന്നിപ്പോൾ ഇത് എനിക്കറിയാം, ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2ഉം 3ഉം ഡോളി, പാലറ്റിൻ്റെ ഡോളി ഇല്ലേ, അത് വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് സിമ്പിളാണ്. ഞാനിന്ന് മഹിമേനെ പഠിപ്പിക്കണുണ്ട് ഇത് എടുക്കാൻ. അപ്പോൾ ഇനി ഇതഴിക്കട്ടെ. ഇത് കറക്റ്റ് ലോക്കാണ്. ഈ സാധനം വന്ന് ഇതിൽ വീണോളൂ. കണ്ട കണ്ട ഇത് ഇങ്ങനെ ഇങ്ങനെ ഈ ഗ്യാപ്പ് വന്നാൽ ഇത് ഇങ്ങോട്ട് സൂം ചെയ്താൽ ഈ ഗ്യാപ്പ് വന്നാൽ ഇത് കറക്റ്റ് അല്ല. ഇത് മനസ്സിലായില്ലേ? ഇത് താഴേക്ക് പോകണം. ഇത് ഇടാൻ പോയാണ്. ഇപ്പൊ നമ്മള് ഇതിട്ട് ഇത് ഇത് ഇങ്ങനെ വലിച്ചിട്ട് ഇത് കറക്റ്റാക്കി ഇടണം. കണ്ടാ ഇപ്പൊ ലോക്കായി. അത്രേ ഉള്ളൂ. ഇനി അഥവാ ഇങ്ങനെ കറക്റ്റായിട്ട് അടഞ്ഞാലേ ഇത് ലോക്ക് ആകുള്ളൂ. എന്നാലും നമുക്കൊരു പേടി ഉണ്ടാകും, ഇതൊക്കെ വല്ല ഓട്ടത്തിൽ വിട്ടുപോകുവാന്ന്. അപ്പൊ നമ്മള് പിന്നതേ ഇതുകൊണ്ടൊരു ലോക്ക് കണ്ട കാണത്തില്ലേ? ഇത് ഇതിനകത്തുള്ള ഒരു ഇത് കണ്ടില്ലേ, ചെയിൻ കണ്ടില്ലേ? ഇത് ഈ സംഭവം ഇതിനകത്തൂടെ ഇട്ട് കണ്ട ഇത് ഇതിലേക്ക് കയറ്റി ഇതിങ്ങനെ തിരിച്ചങ്ങ് വെച്ചാൽ മതി. തിരിച്ചാണ് ഉണ്ടായത്. അതിൽ ടൈറ്റായിട്ട് കയറിക്കോളും കേട്ടോ. ഇതും കൂടെ ഇട്ടാൽ ഒരു കുഴപ്പമില്ല. ഇതൊന്നും പോകുമൊന്നുമില്ല, പേടിക്കണ്ട കേട്ടോ. പിന്നെ ഈ ലോക്കും കൂടെ ആയപ്പോൾ ശരിയായി. ഇനി ഇതിന്റെ ബാക്കിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലോട്ട് കണക്ഷൻ പോകാനാണ് ഈ ഇത് കേട്ടോ, ഈ വയർ. അത് ഇതിനകത്ത് കുത്തുക. ഈ വെട്ടിലോട്ട് ഈ വശം ഇത് ഇവിടെ ഒരു ഇത് കണ്ടില്ലേ, അതിനകത്തോട്ട്. അതൊക്കെ നോക്കുമ്പോ മനസ്സിലാവും. ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. കണ്ട അതൊക്കെ ആയില്ലേ? എന്നിട്ട് ഇത് ഇതിന്റെ ഇടയിൽ കൂടെ എടുത്ത് കണ്ട ഇങ്ങനെയല്ല, ഇങ്ങനെ അങ്ങോട്ട് കുത്തുക. കണ്ട ഇനി ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ കാണിച്ചു തരാം. നീ ബാക്കിൽ പോയിട്ട് കാണിച്ചു കൊടുക്കും. നമ്മള് നേരത്തെ അവിടെ വെച്ച് ചെക്ക് ചെയ്തില്ലായിരുന്നു, നമ്മൾ എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പൊ റൈറ്റ് സൈഡ് വന്ന് ലെഫ്റ്റ് സൈഡ് വരുന്നില്ല. ഇപ്പൊ വന്നിട്ടുണ്ട്. അതപ്പോ അവിടെ ലൂസായിട്ടാണ്. അപ്പൊ ഓക്കെ. അപ്പൊ അത് ഓക്കെയാണ്. ഇനി ഇത് ട്രെയിലർ എടുക്കേണ്ടത് പറഞ്ഞു തരാം. പാട്ടിട്ട കോപ്പിറൈറ്റ് വരുവാ. ഇന്ന് മഹിമേനെ കൊണ്ട് റിവേഴ്സ് എടുപ്പിക്കുന്നു. നമ്മൾ പോയി ഈ സ്റ്റിയറിംഗ് കാണണം. സ്റ്റിയറിംഗ് അപ്പൊ നമ്മൾ റിവേഴ്സ് ഇട്ട് നമ്മൾ ഇത് സ്റ്റിയറിംഗ് റൈറ്റിലോട്ട് തിരിക്കുമ്പോ ആ സാധനം ലെഫ്റ്റിലോട്ട് പോകും. ഓപ്പോസിറ്റ് സൈഡാണ് അതൊന്ന് ഓർത്തേച്ചാൽ റിവേഴ്സ് എടുക്കുമ്പോ. ഇതിപ്പോ എനിക്ക് ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ ഞാൻ റൈറ്റിലോട്ട് തിരിക്കണം. കാണിക്കും. റൈറ്റിലോട്ട് തിരിക്കുമ്പോ അത് കാണിക്കും. ലെഫ്റ്റിലോട്ട് പോകണമല്ല. മൂവായി. ഇനി അത് റൈറ്റിലോട്ട് വരണമെങ്കിൽ ഞാനിത് ഓപ്പോസിറ്റ്. ഇപ്പൊ നേരെ മനസ്സിലായി. അത്രേ ഉള്ളൂ റിവേഴ്സിന്റെ കാര്യം. ഓക്കെ. ഫ്രണ്ട് വിഷയമില്ല. ഫ്രണ്ട് അങ്ങ് ഓടിച്ചോണ്ട് പോയാ മതിയല്ലോ അല്ലേ? ഞാൻ നേരെ അവിടെ പോയി ആ വണ്ടി പാർക്ക് ചെയ്തേക്കണ പോലെ സാധനം പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. ഇവിടെ കുറച്ച് സ്പേസേ ഉള്ളൂ. ശരി. അപ്പൊ ഞാനൊരു ഇത് കാണിച്ചു തരാം. ഞാൻ അവിടെ വണ്ടി കിടക്കണ കണ്ട, അവിടെ പർപ്പിൾ കളറിലെ വെൽഫെയർ കിടക്കണുണ്ട്. അതിന്റെ അപ്പുറത്ത് ഞാൻ ഈ ട്രോളി കൊണ്ടേ പാർക്ക് ചെയ്യാൻ പോയി. അപ്പൊ കണ്ടോ, അത് ട്രോളി അങ്ങോട്ട് പോകണമെങ്കിൽ ഏത് ദിശയിലോട്ടാണ് പോകേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ സ്റ്റിയറിങ് തിരിക്കണം. ഒറ്റയടിക്ക് തിരിച്ചാൽ വരികയില്ല കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അത് ജസ്റ്റ് ആരെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് 2 പ്രാവശ്യം നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആവും. ഞാനിപ്പോൾ ഇത് പാർക്ക് ചെയ്യണ കാണിച്ചു.
വണ്ടി ഒന്ന് സ്ട്രെയിറ്റ് ആക്കുവാണേ. ട്രോളി അങ്ങനെ ഇടാനാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ വണ്ടി നേരെ ഇടാനായിട്ട് ജസ്റ്റ് മുന്നിലോട്ട് എടുത്തിട്ട് ഇടുവാണ്. അപ്പോൾ കറക്റ്റ് നേരെ ആയിട്ട് അങ്ങ് പൊക്കോളൂ. ഓക്കെ. ആ അപ്പോൾ ഇനി ഞാൻ മഹിമേനെ കൊണ്ട് ഒന്ന് ഓടിക്കാൻ പഠിപ്പിക്കുകയാണത്. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അവർ പറഞ്ഞിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ അറിയാമല്ല, ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഫ്രണ്ടും ബാക്കും എടുത്ത് 2 പ്രാവശ്യം നോക്കുക. അധികം തിരിക്കരുത്. അധികം തിരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടൂല. ഒരു കുറച്ച് തിരിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് സ്റ്റിയറിങ് ലെഫ്റ്റ് തിരിക്കുമ്പോൾ ട്രെയിലർ റൈറ്റ് പോകും. അത് മാത്രം മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ അല്ലേ? അതിന് നീ എന്ത് ചെയ്തേ, ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അത്ര അങ്ങനെ ചെയ്യാമെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് പഠിക്കാമല്ലോ. പതിയെ ഇനി ലെഫ്റ്റ് തിരി, സ്റ്റിയറിങ് ലെഫ്റ്റ് തിരി. പതിയെ കുറച്ച്. പോ. അല്ലല്ല, തുടങ്ങിക്കോ. പതിയെ എടുക്ക്. ഇനി റൈറ്റ്. അങ്ങനെ തന്നെ പൊടിക്ക് റൈറ്റ് തിരിക്ക്. അപ്പോൾ അത് ലെഫ്റ്റ് പോവും. റൈറ്റ്. റൈറ്റ് തിരിക്ക്. പോ. റൈറ്റ് തിരിക്ക് ഇച്ചിരിയും കൂടെ. റൈറ്റ് തിരി. കണ്ട പോണ? കണ്ട? റൈറ്റ് തിരിക്ക്. കണ്ട? ഇനി ലെഫ്റ്റ് തിരിക്കുക. അപ്പോൾ അത് നേരെ പോവും. ഇതിപ്പോൾ ആദ്യമായിട്ട് എടുക്കണ കൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിക്കണത്. ഇനി അടുത്ത തവണ പുള്ളിക്കാരി എടുക്കുമ്പോൾ റെഡി ആയിക്കോളും. മതി. ഇനി ഫ്രണ്ട് വന്നിട്ട് രണ്ടാമത് എടുക്ക്. 1 മിനിറ്റ് പുള്ളിക്കാരി എടുക്കട്ടെ. ഞാൻ ബാക്കിൽ പോയി നിന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അല്ല, ഇപ്പോൾ തന്നെത്താനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. 2 പ്രാവശ്യം ചിലപ്പോൾ എടുക്കേണ്ടി വരുമെന്ന് പഠിക്കാനായിട്ട്. ഇതിപ്പോൾ തന്നെത്താനെ ഞാൻ ഒന്നും പറയാണ്ട് എടുത്ത് വരുമ്പോൾ പഠിക്കും. ഇപ്പോൾ ഇതേ വണ്ടിയെ കണ്ടിട്ടൊക്കെ പോകുന്നുണ്ട്. അത് ഒരു തലതിരിവായത് കാരണേ, മഹിമയല്ല, ഈ പരിപാടി തലതിരിവായതുകൊണ്ട് അതൊന്ന് മനസ്സിലായ ഐഡിയ പിടികിട്ടിയാൽ ഓക്കെയാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ കാണിക്കണം. അല്ല, അവൾ ചിലപ്പോൾ പാർക്ക് ചെയ്യാൻ പോണതാണ്. ഫസ്റ്റ് നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച്. അവൾ പാർക്ക് ചെയ്യാൻ പോണ, ഞാൻ ഫ്രണ്ടും ബാക്കോർത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ അത് കലക്കി. ഞാനോർത്ത് ഇവക്ക് മനസ്സിലായില്ലെന്ന്. കണ്ട? അവൾ പാർക്ക് ചെയ്താൽ ഓക്കെ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആർക്ക് വേണേലും ഇത് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ആളവൾ തന്നെയാണ് കേട്ടോ. ഇനി ആൾ മാറിയെന്നൊന്നും കരുതരുത്. കണ്ട? ഇല്ലേ, പക്കയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നേലും നന്നായിട്ട്. ഞാൻ 2 പ്രാവശ്യം എടുത്തൊന്ന് പഠിച്ചാണ് ഇട്ടത്. ഇവളിതേ കറക്റ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കണ്ട ഇത്രയേ ഉള്ളൂ. അത് ഐഡിയ മനസ്സിലാക്കിയത് തീയെ പുല്ല് പോലെ കൊണ്ടുപോയിടുന്നു. എനിക്ക് ആദ്യം ഞാനവിടെ കൊണ്ടുപോയിട്ടൊന്ന് ആലോചിച്ചായിരുന്നു. ഇത് കാണുന്നുണ്ടോ? കണ്ട? ഇങ്ങനെ ട്രോളി പാർക്ക് ചെയ്യാനാണെങ്കിൽ കറക്റ്റ് സ്പേസ് കൂട്ടാണ് ഇട്ടേക്കണത്. ഇതെന്തെങ്കിലും ഒരു ബോക്സ് ഐസ്ക്രീം മേടിച്ച് കൊടുക്കാൻ പെട്ടെന്ന് പഠിച്ചതുകൊണ്ട്. ഇത് നമുക്ക് ആരാണ് ഫ്രീ എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും സംഭവം അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സോഫയോ ഫർണിച്ചറോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് എടുത്തിടാം. അപ്പോൾ ഞാൻ തള്ളിയപ്പോൾ എടുത്തത് കറക്റ്റായില്ല. ഇപ്പോൾ കൈയൊക്കെ കാണിച്ചപ്പോൾ സംഭവം ഇല്ല, അപ്പുറത്തെ സൈഡിലോട്ടാണ് കിടക്കുന്നത്. ആദ്യം കറക്റ്റായിട്ട് വന്ന് ഞാൻ എന്നിട്ട് നല്ല കീറ് നിന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ അപ്പുറത്തെ പറമ്പിലോട്ടാക്കി ഇട്ടേക്കണം. എന്നാൽ ഒന്നും കൂടെ പോയിട്ടൊന്ന് എടുത്തിട്ട് ഒന്ന് കാണട്ടെ എല്ലാവരും. അല്ല, നമ്മൾ ഇപ്പോൾ അവളെ മഹിമയെ ഇട്ടത് കാണിക്കാനല്ല. എല്ലാവർക്കും ഇപ്പോൾ അറിയാത്തവർക്ക് ഇപ്പോൾ പേടിയായിട്ടൊക്കെ ഇത് ചെയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഡയറക്റ്റ് അവൾ പാർക്കിങ്ങിലോട്ട് കൊണ്ടുപോയാണ്. അവിടെ പാർക്ക് ചെയ്യാൻ കൊണ്ടുപോയാണ്. നമുക്ക് നോക്കാമല്ലോ.
ഞാൻ ആ വണ്ടിയുടെ ബാക്കിൽ പോയി നിന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പം അറിയാമല്ല, ഇന്ന് പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ അറിയാം, ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതായത് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് തിരിക്കണതിൻ്റെ ഓപ്പോസിറ്റ് ട്രോളി പോരും. അപ്പോൾ വണ്ടിക്കിട്ട് നോക്കിയാൽ അറിയാം, വണ്ടി ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ട്രോളി റൈറ്റിലോട്ട് പോരും. മനസ്സിലായോ? സ്ലോയിൽ തിരിച്ച് പോന്നാൽ മതി. അപ്പോൾ കറക്റ്റായിരിക്കും. അടുത്തുണ്ട്. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഫുള്ള് കോൺസെൻട്രേഷൻ ട്രോളിക്കിട്ടാക്കിയാൽ വണ്ടിയുടെ ഫ്രണ്ട് പോയി ലെഫ്റ്റ് സൈഡിൽ തട്ടും. ഇതെങ്ങാ തട്ടിയാൽ നല്ല ചീത്തയാ പറയും. അതെ, ഇനി ഞാൻ ബാക്കിൽ നിന്ന് കാണിച്ചത്. ഒന്ന് ഫ്രണ്ട് പോയിട്ട് പോര്. ആ ഓക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഒന്ന് ഫ്രണ്ട് എടുത്താൽ മതി. കാര്യം ഓക്കെ ആവും. റൈറ്റ് തിരിച്ചാ. ആ അത് തന്നെ. അതിന് ലെഫ്റ്റ് തിരിച്ചു. ആ പോട്ടെ കറക്റ്റാണ്. കണ്ടോ? ഇച്ചിരി റൈറ്റ് തിരിച്ചാൽ കറക്റ്റ് ആയതിനെ. ഒന്ന് ഫ്രണ്ട് എടുത്താൽ മതി. ഫ്രണ്ട് പോയിട്ട് വന്നാൽ മതി. എന്തേലും ഡൗട്ട് ഉണ്ട്, ആരെങ്കിലും നോക്കി നിൽക്കണ്ട് നമ്മൾ എടുക്കണത്, അപ്പോൾ നമുക്ക് ഒരു ചമ്മൽ ആവുന്നാണെങ്കിൽ നമ്മളപ്പോൾ തന്നെ വണ്ടി ഒന്ന് ഫ്രണ്ട് എടുക്കുക. കൂടുതൽ റിവേഴ്സിലിട്ട് ചെയ്തുകൊണ്ടിരിക്കാതെ അപ്പോൾ കറക്റ്റാവും. കണ്ട, ഇതൊക്കെ ഇപ്പോൾ 100-ൽ 80 മാർക്ക് കൊടുക്കാമല്ലോ. കുറച്ചും കൂടെ പോരെ, എന്നാലേ ട്രോളി നേരെയാവുള്ളൂ. ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് വാ. അങ്ങനെ പോട്ടെ, കുറച്ചും കൂടെ പോട്ടെ, അപ്പോൾ ട്രോളി നേരെയാവും. കണ്ട? ഓക്കെ, പെർഫെക്റ്റ്. അല്ല, അപ്പം നിന്റെ എക്സ്പീരിയൻസ് പറ ഇതെടുത്തിട്ട്. ഇത് വലിയ പാടില്ലല്ലോ, നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുമെന്നല്ലേ ഉള്ളു. ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, കാരണം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ആണല്ലോ ഇത് ബാക്കിലുള്ള ടോ ചെയ്തിരിക്കുന്ന ട്രെയിലർ തിരിക്കണം. ഇനിയിപ്പോ ഒരു 2 പ്രാവശ്യം ഇതെടുത്ത് കഴിയുമ്പോ പക്കയായില്ലേ. ഇപ്പൊ തന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ ആദ്യം ഓർത്ത് നീ റിവേഴ്സ് എടുക്കാൻ പറഞ്ഞപ്പോ എന്താ അങ്ങോട്ട് പോകണം. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞ് കളിയാക്കിയായിരുന്നു, ഇത് പറഞ്ഞിട്ട് വണ്ടി അങ്ങനെ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പാർക്ക് ചെയ്യാൻ പോയായിരുന്നു. അപ്പൊ ഇന്ന് റോട്ടിൽ ഞാൻ ഓടിച്ചോളാം. ഓക്കെ, ആ ഓക്കെ. അപ്പം നമ്മുടെ ആ വണ്ടിക്ക് മാത്രമേ ടോ ബാറുള്ളൂ, ഇതിന് രണ്ടിനും ഇല്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് നമ്മൾ എയർപോർട്ട് പിക്കപ്പിന് എടുക്കണ വണ്ടി. നമ്മൾ വെൽഫെയറാണ് എടുക്കണം. അപ്പോൾ 3-4 പേരൊക്കെ ഒരുമിച്ച് വന്നാലും നമുക്ക് സൗകര്യമുണ്ട് അതിനകത്ത്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം അത് ഇപ്പം ഈ വീഡിയോയിൽ ഒരു കാര്യം മനസ്സിലായില്ലേ, എനിക്കിത് ട്രെയിലർ ഇതിൽ ലോക്ക് ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മളത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും ഒരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കുക്കിങ്ങാ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഐറ്റംസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ, എല്ലാവർക്കും ബൈ.